അടുത്ത് ക്ലിഫ് വാക്കിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. സൂര്യൻ ഉദിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ മേഘാവൃതമായിട്ടുള്ള ആകാശം ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, കുറുക്കൻ്റെ വീട് പോലെ. ഇതുവഴി താഴോട്ട് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും, ബീച്ച് ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങോട്ടത്തേക്കാണ് നമ്മളുടെ ഏണസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ബാക്കി എല്ലാ കിടത്താപ്പുകളും ഒക്കെ റെഡിയാണ്. മീൻ പിടിച്ച് കഴിഞ്ഞാൽ ഇടാനായിട്ടുള്ള ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചൂണ്ട, അപ്പോൾ ഇന്നിപ്പോൾ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ് ഈ ചൂണ്ടയുടെ. ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണാറില്ലേ, നമ്മളൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലം മാറി കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുന്ന പോലത്തെ ഒരു തോന്നലാണ് ഇതുവഴി നടന്നപ്പോഴത്തേക്ക്. നമ്മൾ സൂക്ഷിച്ചു പോകട്ടോ, സൂക്ഷിച്ചു പോകാം. അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടല്ലോ, കടൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ. അയ്യോ, അനിക്ക സൂക്ഷിച്ചു പോണേ. അവിടെ വന്ന് കല്ല് ഇളവി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ വഴുതാൻ സാധ്യതയുണ്ട്. ഇത് അങ്ങോട്ട് നോക്കിയാൽ താഴോട്ട് നോക്കി, ഏണസ്റ്റ് അങ്കിൾ നിൽക്കുന്നുണ്ട് അവിടെ. ഏണസ്റ്റ് അങ്കിൾ വേറെ ആരും ഉണ്ടല്ലോ അവിടെ കൂടെ. എന്തായാലും പോയി നോക്കാം. ഞാൻ ഏണസ്റ്റോയുടെ കാര്യം പേര് പറഞ്ഞതേ ഉള്ളൂല്ലോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഏണസ്റ്റോ എന്ന് പറഞ്ഞാൽ ആമിയുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിപ്പീനി ആയിട്ടുള്ള ഒരു കൂട്ടുകാരനാണ്. പുള്ളിയുടെ ഫാമിലിയൊക്കെ ആയിട്ട് ആണ് പുള്ളി മീൻ പിടിക്കാൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്രാബിങ്ങിന് പോയായിരുന്നു. അന്ന് കുറേ ക്രാബിനെ കിട്ടി. ഏകദേശം ഒരു ബക്കറ്റ് 2 ബക്കറ്റ് ക്രാബിന് കിട്ടി. ചുമ്മാ അതൊന്നും പറഞ്ഞതല്ല. ഞാൻ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ സമയത്തുള്ള ഒരു വീഡിയോ ആണത്. ആമി അങ്ങ് എത്തിയല്ലോ, ഓടി അങ്ങ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുള്ളി മീൻ പിടിക്കാനായിട്ട് പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിലും പഠിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതെ നോക്ക് ഒരു സീല് കണ്ടോ? ഏണസ്റ്റ് എപ്പോഴും പറയും, മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള സീലുകൾ വരും. നമ്മൾ ചൂണ്ടയിൽ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവന്മാർ വന്ന് മോട്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സീല് കാണാനൊക്കെ രസമാണ്, പക്ഷേ പ്രശ്നക്കാരനാണ്. ഏണസ്റ്റ് ഞങ്ങളോട് രാവിലെ 4:30 മണിക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇച്ചിരി ലേറ്റായി പോയിട്ടോ ഞങ്ങൾ. In again, then make a loop here, see? Yeah. Then you wrap 4. 1, 2, 3, 4. Then you put inside. See that? See? Yeah. Then hold that. Then you pull. That's it. Okay. Then you connect here. Your connector here. Okay, close. Then you pull one by one. 2, 3 and 4. This all connected together? Yeah. Connected together. Then same procedure. Okay. Yeah. Then in again. Make a loop there. Yeah. 0. Then okay. 1, 2, 3 and 4. And then put back there. Okay. There. And hold there. There. That's it. Then the weight. The sinker. Only one? Yeah. Yeah. There. You put in the hook again there. Yeah. There, and then close. There. Ready to fish. Okay. Oh, that's good. Yeah, okay. Your line, see this? Okay. Should be aligned to your rod. Okay. Take it with your index finger. After you take it, open the bail. They call it, this one, bail. Bail, huh? Yeah, Okay. there. They're ready to throw. Okay. Like this. You stand here.
throw. It's gone. Like, Then close yeah, the okay. bail. Okay. Wait for 5 seconds. Wait for the sinker to go down deeply. Okay. 5, 4, 3, 2, 1. Okay. Then 1, 2, 3. Pull. 1, 2, 3. Pull. 1, 2, 3. Pull. 1, 2, 3. Pull. 1, 2, 3. Like that. Okay. Every three reel you You need to pull. yeah, pull, yeah. Okay. Then up, because this is stone, before it reaches 20 feet, you need to reel continuous like this. Yeah, you catch one. Here's the fish. Yeah. Oh, fish. Oh no, guys. It's gone. Yeah. അത് നേരെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? You see how it cuts? Yeah. It's gone. They lose. They lose. Survival series. Again, Yeah. it's a good video if we just to escape here. You open the bay like this. Okay. Your index finger, Okay. then you throw. There. Wait for 5 seconds again. Okay. 5, 4, 3, 2, 1. 1. Then Okay. retrieve. Okay. 1, 2, 3, pull. സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നൊരു പരിപാടിയുണ്ട് ഇതുകൊണ്ട്. ആമിയും ഏണസ്റ്റയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട്. They can pick chicken. നല്ല മീൻ പൊള്ളിച്ചതിൻ്റെ മണം വരുന്നുണ്ടോ? നല്ല കപ്പയും നല്ല ചൂട് കാപ്പിയും മീൻ പൊള്ളിച്ചതും. ഓഫ്, ഒരു രക്ഷയില്ല മോനെ. വരുന്നുണ്ടോ കഴിക്കാനായിട്ട്? ഇനി ഫിഷ് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. ഈ മീൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചിട്ട് പൊള്ളിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ പറ്റിയിട്ടില്ല കേട്ടോ. വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ മീനും കപ്പയും നല്ല ചൂടുള്ള കാപ്പിയും എല്ലാം കൂടി ചേർത്തിട്ട്. വരുന്നുണ്ടോ കഴിക്കാനായിട്ട്? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബ്ലിൻ വേ ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നോ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് ഷെയറും ചെയ്ത് വെക്കുമോ?